ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് മക്കളി. പ്രിറ്റീമീസ് ആണ്. എല്ലാവരും ഓണ പരീക്ഷയുടെ ടെൻഷനിലാണെങ്കിൽ നമുക്ക് ആ ടെൻഷനൊക്കെ മാറ്റി പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ഏറ്റവും നല്ല ടോപ്പ് ലെവലിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓണ പരീക്ഷയ്ക്ക് നമുക്കാകെ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലോണം നിങ്ങളത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഡയഗ്രാംസ് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്ന പാഠഭാഗത്തെ മുഴുവൻ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് തരും. അതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഡയഗ്രമാണിത്. എവിടെയാണ് ഈ DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സെല്ലാണ് ഈ കാണുന്നത്, കോശം. അതിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം നിങ്ങൾക്ക് കാണാം. മർമ്മത്തിൻ്റെയും ഉള്ളിലാണ് നമുക്ക് എന്തുള്ളത്, നമ്മുടെ ക്രോമസോം ഉള്ളത് അല്ലെ. ക്രോമസോം ഉള്ളത്. ആ ക്രോമസോമിന്റെ ഓരോ നൂലിഴയിലാണ് എന്തുള്ളത്, നമ്മുടെ DNA ഉള്ളത്. ആൻഡ് DNA ഫുൾ ഫോം നിങ്ങൾ മറന്നു പോകരുത്. എന്താണ്? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇത് എന്തായാലും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും മിസ് പറഞ്ഞു തരാണ്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം, എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത്. ആൻഡ് ഇതാണ് ഈ പറയുന്ന സയന്റിസ്റ്റുകളാണ് DNA മോഡൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് പറയുന്നതാണ് DNA മോഡൽ, അല്ലെങ്കിൽ നമ്മൾ പറയും ചുറ്റുകോവിണി മാതൃക. ചുറ്റുകോവിണി മാതൃക. ഈ മാതൃക കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളാണിത്. നമുക്കറിയാം, റോസലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും ചേർന്ന് ഈ ഒരു ഫോട്ടോ 51 എന്ന് പറയുന്ന എക്സ്റേ ഡിഫ്രാക്ഷനിൽ ഈ ഒരു ഫോട്ടോ 51 DNA സ്ട്രക്ചർ മനസ്സിലാക്കിയത്. ആൻഡ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നൊബേൽ പ്രൈസ് കിട്ടിയ രണ്ടാൾക്കാരാണ് ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സൺ. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഈ ഒരു റോസലിൻ ഫ്രാങ്ക്ലിൻ അതിനു മുന്നേ എന്ത് ചെയ്തിരുന്നു, മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നല്ല രീതിയിൽ ഓർത്ത് വെക്കുക, ഫോട്ടോ 51. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം DNA സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. നമുക്കറിയാം DNA ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് അല്ലെ. ഇവിടെ നിങ്ങൾ കാണാം, ഈ പറയുന്ന സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ആയിട്ടുള്ള ബോണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഫോസ്ഫേറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ആൻഡ് ഇവിടെ നടുക്ക് നിങ്ങൾക്ക് കാണാം ഈ പടികൾ അല്ലെങ്കിൽ റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പടികൾ ഉണ്ടാക്കിയിരിക്കുന്ന നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെ 4 നൈട്രജൻ ബേസുകളാണ് നമ്മുടെ DNA നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുള്ളത്? ഫോസ്ഫേറ്റ് ഉണ്ട്, ഡിയോക്സി റൈബോസ് പഞ്ചസാരയുണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോടൈഡിന്റെ പ്രത്യേകത മനസ്സിലാക്കി വെക്കണം. ഈ ഒരൊറ്റ ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് DNA കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തോളൂ, എന്തൊക്കെയാണ് ഒരു ന്യൂക്ലിയോടൈഡിൽ വരിക? ഒരു ഫോസ്ഫേറ്റ്, ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു നൈട്രജൻ ബേസ്. ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോവുകയും ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് മിസ് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്രോമസോം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ DNA എന്ന് പറയുന്നത് ഇതുപോലെ ഷുഗർ ഫോസ്ഫേറ്റ് സ്ട്രാൻഡിൽ നൈട്രജൻ ബേസുകൾ ചേർന്ന് ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ട് DNA ആണ്. ഈ DNA ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞ പ്രോട്ടീനുകളുമായിട്ട് ചേർന്ന് വൈൻഡ് ചെയ്യാൻ തുടങ്ങും. അവരെന്ത് ചെയ്യാണ്, ഹിസ്റ്റോൺ മുത്തില് മാല കോർക്കുന്ന പോലെ തന്നെ, അത് ഒരു വ്യത്യാസമാണ്, പക്ഷെ അതുപോലെ തന്നെ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഹിസ്റ്റോൺ പ്രോട്ടീൻ വെച്ചിട്ട് ഈ DNA അതിൻ്റെ ചുറ്റും ഇങ്ങനെ വൈൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനും DNA സ്റ്റാൻഡും കൂടെ ചേരുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് നിങ്ങൾ കാണും. അങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ത് ചെയ്യും, ഈ പറയുന്ന DNAയുമായിട്ട് ചുറ്റി വഴിയുമ്പോൾ എന്തുണ്ടാകുന്നു, ന്യൂക്ലിയോസോം ആണ് ഉണ്ടാവുന്നത്. എന്താണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയോസോം ആണ് ഉണ്ടാവുന്നത്.
ന്യൂക്ലിയോസോം. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, ഈ പറയുന്ന ന്യൂക്ലിയോസോം ആണ്. ഇനി ഈ പറയുന്ന ഓരോന്നും അങ്ങനത്തെ ഓരോ സെറ്റ് ന്യൂക്ലിയോസോമുകൾ വീണ്ടും കൂട്ടിക്കെട്ടാൻ തുടങ്ങും. അങ്ങനെ വൈൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ക്രോമോസോം ഉണ്ടാവുന്നത്. കണ്ടോ, ഇതിങ്ങനെ പിന്നെ വൈൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന ക്രോമോസോം ഉണ്ടാകും. ക്രോമോസോമിന്റെ ഭാഗം നിങ്ങൾ പഠിക്കണം, ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സെൻട്രലുള്ള ഭാഗത്തെ നമ്മൾ സെൻട്രോമിയർ എന്ന് പറയും. ആൻഡ് ഇവരുടെ ആംസിനെ നമ്മൾ പറയുന്നതാണ് ക്രൊമാറ്റിഡ്. ക്രോമസോമിന്റെ ആംസിനെ ക്രൊമാറ്റിഡ് എന്ന് പറയും, സെന്ററിലുള്ള ഭാഗത്തിന് സെൻട്രോമിയർ എന്ന് പറയും. സോ ഈ സ്ട്രക്ചർ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത ഓണപരീക്ഷയ്ക്ക് വരുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ക്രോമസോം, മനുഷ്യരിലുള്ള ക്രോമസോമുകളുടെ എണ്ണം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ ഉള്ളത് 46 ക്രോമസോമാണ്. എത്ര ക്രോമസോമാണ്? 46 ക്രോമസോമാണ്. ഇതിൽ 44 എണ്ണത്തെ നമ്മൾ സൊമാറ്റിക് ക്രോമസോംസ് എന്നും 2 എണ്ണത്തെ സെക്സ് ക്രോമസോം അല്ലെങ്കിൽ നമ്മൾ പറയും ലിംഗനിർണയ ക്രോമസോമുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ ഓരോ പോയിന്റ് നിങ്ങൾ ഓർക്കുമ്പോൾ 46 ക്രോമസോം ആണ്, 44 എണ്ണം സൊമാറ്റിക് ക്രോമസോം ആണ്, 2 എണ്ണം എന്ന് പറയുന്നത് ലിംഗനിർണയ ക്രോമസോം സെക്സ് ക്രോമസോം ആണ്. അപ്പം സൊമാറ്റിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവര് മെയിൻ ആയിട്ട് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക സവിശേഷതകളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ണ്, മൂക്ക്, ഹൈറ്റ്, നമ്മുടെ സ്കിൻ, ഇങ്ങനത്തെ എല്ലാ ഫിസിക്കൽ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളാണ്. ഇനി ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ആൺകുട്ടികളിലാണെങ്കിൽ അത് XY എന്നും പെൺകുട്ടികളിലാണെങ്കിൽ അത് XY ആയിരിക്കും ഉണ്ടാവുക. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഈ 44 സൊമാറ്റിക് ക്രോമസോം ആണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. ഇനി ഇവിടെ ഈ പറയുന്ന Y ക്രോമസോമിലെ SRY ജീൻ ഉണ്ട്. Y ക്രോമസോമിലെ SRY ജീൻ ഭ്രൂണത്തിലെ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാവുന്നതാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചോളാം. Y ക്രോമസോമിലെ SRY ജീൻ ആണ് എന്ത് ചെയ്യുന്നത്, ക്രോമസോമിൽ ആ ഒരു നമ്മൾ പറയുന്ന ഈ വൃഷണങ്ങളുടെ ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. SRY ജീനിന്റെ പ്രത്യേകത എന്താണ്, അത് ഏത് ക്രോമസോമിലേക്കാണ്, അത് Y ക്രോമസോമിൽ മാത്രമേ കാണുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, ജനിതക ഘടന. ഫീമെയിൽ ആകുമ്പോൾ നമുക്കറിയാം 44 + XX ആണ് വരിക. പുരുഷന്മാർ അല്ലെങ്കിൽ മെയിൽസിൽ 44 + XY ആണ് വരിക. ഇതും ചോദ്യം വരുന്ന ഭാഗങ്ങളാണ്, മറക്കണ്ട. ഇനി നമ്മുടെ ക്രോമസോമിലെ ജീനുകൾ, DNA ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അടുത്ത സെഗ്മെന്റിന് ജീൻ 2 എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു സെഗ്മെന്റ് DNA ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനുകൾ എന്ന് പറയുന്നത് കേട്ടോ. DNA പോലെ തന്നെ വരുന്ന മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. RNAയിൽ നിങ്ങൾക്ക് കാണാം സിംഗിൾ സ്ട്രാൻഡ്, ഒരൊറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്, റൈബോസ് പഞ്ചസാര, റൈബോസ് ഷുഗർ ആണ് ഉണ്ടാവുക. ആൻഡ് ഇവിടെ നമുക്കറിയാം റൈബോസ് പഞ്ചസാരയാണ്. ആൻഡ് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നൈട്രജൻ ബേസ് ഏതൊക്കെയാ വരിക, അഡിനിൻ, തൈമിന് പകരം ആരാ വരിക, യുറാസിലാണ്. പിന്നെ ഗ്വാനിൻ ആൻഡ് സൈറ്റോകൈനിൻ, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് വരുന്നത്. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് വരുന്നത്. സോ ഇതാണ് RNAന്റെ ഡിഫറെന്റ് നൈട്രജൻ ബേസ്. ഷുഗർ റൈബോസ് ഷുഗർ ആണെന്ന് ഓർക്കുക, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ വ്യത്യാസം പഠിക്കണം. ഇനി പ്രോട്ടീൻ സിന്തസിസിലെ ഈ ഒരു ഡയഗ്രാം എന്തായാലും മിസ് ഉറപ്പിച്ച് പറയാം, ഈ ഡയഗ്രാം നിങ്ങൾക്ക് ഒരു 3 മാർക്കിന് ഒരു ഓപ്ഷനിൽ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ്, കാരണം നിങ്ങൾക്ക് +2 പഠിക്കാനും ഉള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഇത് നല്ലോണം നമുക്ക് നോക്കാം. നമുക്ക് പ്രോട്ടീൻ സിന്തസിസിൽ 2 സ്റ്റെപ്പാണുള്ളത്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അപ്പൊ ട്രാൻസ്ക്രിപ്ഷനിൽ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ mRNA. DNA നിന്ന് ഫോം ചെയ്തിട്ട് അത് നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് വരും. ഇത് നമ്മുടെ മർമ്മം ന്യൂക്ലിയസ് ആണ്, ഇത് നമ്മുടെ DNA ആണ്. ഈ mRNA പിന്നെ ഇങ്ങോട്ടാ പോകുന്നത്, ഈ ഒരു ഭാഗം റൈബോസോം ആണ്. അവിടേക്ക് അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്ന tRNA ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ, tRNA ആണ് ഈ കാണുന്നത്. ആ tRNA അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നു.
റൈബോസോമിൽ വെച്ചിട്ട് ഈ അമിനോ ആസിഡിലെ വെച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു അല്ലെ. tRNA ആണ് ഈ കാണുന്നത്. അമിനോ ആസിഡിലെ വെച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് എന്ത്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് റൈബോസോമിൽ ഒരു RNAയും കൂടെ നമുക്ക് കാണാം, അതാണ് rRNA. അവിടെ നടക്കുന്ന പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു RNA ആണ്. സോ RNAകൾ പഠിക്കുക, ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ഈ ഒരു ഡയഗ്രാം മനസ്സിലാക്കി വെക്കാം. 3 ടൈപ്പ് ഓഫ് RNA അല്ലെ. mRNA ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഡയഗ്രാം തന്നിട്ട് ഇങ്ങനെ ഒരു വെറുതെ ഒരു സ്ട്രാൻഡ് ആണെങ്കിൽ അത് mRNA ആണ്, മെസ്സഞ്ചർ RNA. ആൻഡ് tRNA എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, T ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. RNA ട്രാൻസ്ഫർ RNA ആണ്, അമിനോ ആസിഡിനെ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്ന ആളാണ്. ഇനി റൈബോസോമൽ RNA എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റൈബോസോമിന്റെ ഷേപ്പിൽ, റൈബോസോമിന്റെ ഉള്ളിലായിരിക്കും RNA പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെന്റലിന്റെ ക്രോസ് പഠിക്കുന്നുണ്ട്, മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും. ഇവിടെ നോക്കിക്കോളാ, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഗമേറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ ടോൾ പ്ലാന്റ് ഉണ്ടാകും. ആ ജീനോടൈപ്പ് ഓർത്ത് വെച്ചോളാം. സെൽഫ് പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഗമേറ്റ് ഉണ്ടാകും. അങ്ങനെ കിട്ടുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ടോള്, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 ടോള്, സ്മോൾ ടി ഡ്വാർഫ്. അങ്ങനെ 3:1 എന്ന റേഷ്യോ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസിൽ കിട്ടും. ഡൈ ഹൈബ്രിഡ് ക്രോസിലാണെങ്കിലും ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെച്ചോളാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് ഫില്ല് ചെയ്തിട്ടല്ല ഉള്ളത്, അതുകൊണ്ടാണ് മിസ് ഇവിടെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പാരൻസ് നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എടുക്കുമ്പോൾ ഇവിടെ സ്മോൾ ആർ എടുക്കും. അപ്പൊ ഗമേറ്റ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അങ്ങനെ നമുക്ക് F1 ക്യാപിറ്റൽ ടി സ്മോൾ ആർ കിട്ടും. പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാലോ, ടോളാണ്, റൗണ്ട് പ്ലാന്റും ആയിരിക്കും. ഉയരം കൂടിയ ഉരുണ്ട വിത്താണ് കിട്ടുക. അതിന് വീണ്ടും നമ്മൾ സെൽഫ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഗമേറ്റ്സ് വരുന്നത് ഇതുപോലെയാണ് ഗമേറ്റ്സ് വരിക. ആ ഗമേറ്റുകളെ നമ്മൾ ഇവിടെ ഒന്ന് റോയിലും ഒന്ന് കോളത്തിലും എഴുതി നമ്മൾ അതിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഈ ഒരു ഭാഗങ്ങൾ. ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത ഭാഗങ്ങൾ കാണാം, അല്ലെങ്കിൽ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ കാണാം. കാരണം എന്താ, ഇവിടെ ടോൾ റൗണ്ട് ആണെങ്കിൽ ഇവിടെ ഡ്വാർഫ് റിങ്കിൾഡ് ആണ്. അത് നമുക്ക് പാരൻസിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ സെക്കൻഡിൽ വന്ന പാരന്റ് എന്ന് പറയുന്നത് എന്താണ്? ടോൾ റൗണ്ട് ആണ്, പക്ഷെ ഇതാണ് ഇതിന്റെ ജീനോടൈപ്പ്. അങ്ങനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ടോൾ റൗണ്ട് ഉണ്ട്, അത് കൂടാതെ ഇതാ ടോൾ റൗണ്ട് ഉണ്ട്. പക്ഷെ ഈ പാരന്റ്സിൽ ഇല്ലാതെ നോൺ പാരന്റൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മാതൃസസ്യങ്ങളിൽ ഇല്ലാത്ത പുതിയ ക്യാരക്ടർ, അതാണ് ഈ ടോൾ റിങ്കിൾഡ് വരുന്നത് 3 അതുപോലെ തന്നെ ഇത് വരുന്നുണ്ട്, ഡ്വാർഫ് റിങ്കിൾഡ് 3 വരുന്നുണ്ട്. അത് 3 വീതമുണ്ട്. സോ അങ്ങനെ നമുക്ക് ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 കിട്ടും. സോ ഈ ക്രോസ്, ഈ ഡയഗ്രാം ഇത് എന്തായാലും പഠിക്കണം, ക്രോസ് ചോദിക്കുന്നത്. എന്തായാലും ഒരു ക്രോസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു എക്സാമിനും പ്രതീക്ഷിക്കേണ്ട. ഓണമായാലും ക്രിസ്മസ് ആയാലും ഒക്കെ കേട്ടോ. ഓണപരീക്ഷയ്ക്ക് എന്തായാലും ഒരു ക്രോസ് നിങ്ങളോട് ചോദിക്കാൻ വരുന്നതാണ്. അതിൽ പാരന്റൽ കോമ്പിനേഷൻ, നോൺ പാരന്റൽ കോമ്പിനേഷൻ, ഫിനോട്ടിപ്പിക് റേഷ്യോ, പിന്നെ ആരാണ് ഡോമിനന്റ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരിക. ഇനി നമുക്ക് ഉള്ള ഡയഗ്രാം നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ ഈ പൂവ് കണ്ടാൽ ഓർത്തോളൂ, അത് ഏതാ കാണിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. 4 മണിച്ചെടി 4 o'clock പ്ലാന്റിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ആവുന്നില്ല. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന റോൺ കോഡ് പാറ്റേൺ, പശുവിനെ പുള്ളിയുള്ളത് ഓർത്തോളൂ, അത് ഏതാണ്? കോ ഡോമിനൻസ്. രണ്ടും ഒന്നിച്ച് അലയിൽ പ്രസക്തമാവുന്നതാണ്. പിന്നെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗിൽ കാണുന്നത്. ആൻഡ് സ്കിൻ കളറിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. അവിടെ മെലാനിന്റെ പൊസിഷൻ, മെലാനിൻ പ്രൊഡക്ഷൻ എന്താണ്? ജീനുകളുടെ എണ്ണത്തിനനുസരിച്ച് ഡിഫറൻസ് വരുന്നു. ആൻഡ് മൾട്ടിപ്പിൾ അലലിസം നമ്മൾ പറയുന്നത് ഒന്നിൽ കൂടുതൽ അലലുകൾ കാണുന്നതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഡയഗ്രാം തന്നിട്ട് ചോദിക്കാം. അതുകൊണ്ട് എക്സാമ്പിൾ തന്നിട്ട് ഇവിടെ കാണുന്ന നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾ എഴുതാൻ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഇനി അടുത്തൊരു ഡയഗ്രാം, ഇതും നമുക്ക് 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡയഗ്രാം ആണ്. ഇത് ഏതാണ് ഈ ഡയഗ്രാം, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ പ്രോസസ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്കറിയാം ക്രോസിംഗ് ഓവർ ആണ് അല്ലെ, ക്രോസിംഗ് ഓവർ ആണ്, അല്ലെങ്കിൽ ക്രോമസോം മുറിഞ്ഞു മാറൽ എന്ന് പറയുന്ന പ്രക്രിയയാണ്. ഇനി ഇവിടെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ പഠിക്കണം. ഈ ഒരു എക്സ് ഫോം ചെയ്യുന്ന ഈ ഭാഗത്തിനെ നമ്മൾ കയാസ്മ എന്നാണ് പറയുന്നത് കേട്ടോ, കയാസ്മ. അപ്പോൾ ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസ് പാരന്റ്സിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയതാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 44 ക്രോമസോമിലെ ഒരു സെറ്റ് ഓഫ് ക്രോമസോം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? ക്രോസിംഗ് ഓവർ ചെയ്യുന്നത്. അതായത് എൻ്റെ ക്രോമസോമിലെ ഒരു സെറ്റിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്ന് വന്ന ക്രോമസോം ഉണ്ട്, അവർ തമ്മിലാണ്, ഹോമോലോഗസ് ക്രോമസോം തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അതായത് സമരൂപ ക്രോമസോമുകൾ തമ്മിൽ. അങ്ങനെ ക്രോസിംഗ് ഓവർ നടത്തുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? പെയേഴ്സ് ചെയ്യുന്നു.
ചെയ്യുന്നുണ്ട്. അപ്പൊ ജീനുകൾക്ക് കൈമാറ്റം വരുമ്പോൾ അവിടെ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൽ പഠിച്ചു വെക്കേണ്ടത്. ഇതെന്തായാലും ചോദിക്കും. എന്തിനു വേണ്ടിയിട്ട് ആ വേരിയേഷൻ ഉണ്ടാക്കുന്നതിൽ പ്രാധാന്യമുണ്ട് എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കണം. കയാസ്മ ഓർത്ത് വെക്കണം. ആൻഡ് ഇത് എവിടെ നടക്കുന്നു? മിയോസിസ് എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഊനഭംഗം നടക്കുമ്പോഴാണ് ഈ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കാം. അടുത്തത് ഈ ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം മ്യൂട്ടേഷൻ ആണ് അല്ലെ. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിനെയാണ്, പെട്ടെന്നുണ്ടാവുന്ന മാറ്റം, അതും ജനിതകപരമായിട്ട് അടുത്ത തലമുറയിലേക്ക് പോവാനും ശേഷിയുള്ള ഒരു മാറ്റമാണിത് മ്യൂട്ടേഷൻ. ഇവിടെ ജീനുകളിൽ മാറ്റം വരുന്നു. ആ മാറ്റം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാമെന്ന് ചോദിക്കാം. കെമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് അല്ലെ, രാസമാറ്റങ്ങൾ, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, ഇതൊക്കെ കാരണം മ്യൂട്ടേഷൻ ഉണ്ടാവാം. അവിടെ ജീൻ മാറുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അടുത്ത തലമുറയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനും മ്യൂട്ടേഷന്റെ കാരണം, മ്യൂട്ടേഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, ഇത്രയും ചോദ്യങ്ങൾ ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ളതാണ്. സോ കംപ്ലീറ്റ് ചാപ്റ്റർ തന്നെ നമ്മൾ ഇതാ ഒറ്റയ്ക്ക് ഒരു ഡയഗ്രാം വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ്, മറന്നു പോകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആയതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്യുന്നത്, ഇത് ക്ലിയർ കട്ട് ആയിട്ട് വീണ്ടും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഞാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫീമെയിൽസിലും മെയിൽസിലും നമ്മൾ എന്ത് ചെയ്തു? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫീമെയിലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് അല്ലെങ്കിൽ അണ്ടം, മെയിൽസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം, പുംബീജം, ഇവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയാണ് വരിക എന്നൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അതായത് സ്ത്രീകളിൽ നിന്നും ഉണ്ടാകുന്ന അണ്ടത്തിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, എഗ്ഗിലെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പേമിലെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ പോസിബിലിറ്റീസ്, ഇത് രണ്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇപ്പൊ മൺസൂൺ ഓഫർ ഉണ്ട്, റിവിഷൻസ് ഒക്കെ വരാൻ പോവാണ് നമ്മുടെ ബാച്ചിൽ. അതുകൊണ്ട് വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഇൻഫിനിറ്റി പ്രോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബാച്ചിലേക്ക് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഇപ്പൊ പറഞ്ഞ പോലത്തെ തന്നെ ക്ലാസ്സിലെ 1 ടൈം റിവിഷൻസും എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം നമ്മുടെ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓണ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിക്കോളൂ. അപ്പൊ ഈ ഒരു പാഠം സെറ്റ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ബോക്സിൽ മിസ്സിന് വേണ്ടിയിട്ട് ഒരു പക്ക ഇമോജി ഒക്കെ ഇട്ടോളാം. അപ്പൊ വീണ്ടും വരാം. ബൈ.